നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം ലളിതാദേവി ആഗ്നേയത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. യോഗദീക്ഷയിൽ നിന്ന് മാത്രമേ ആദിയെ വിലക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റ് എല്ലാ അഭ്യാസങ്ങളും അനുവദനീയമാണെന്ന് അന്ന് അയച്ച സന്ദേശത്തിൽ തന്നെ ലളിതാദേവി വ്യക്തമായി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആദിയുടെ 12ാം വയസ്സിൽ ആയുർവേദത്തിലും കളരിപ്പയറ്റിലും അവന് പരിശീലനം ആരംഭിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ലളിതാദേവിയുടെ അതേ സാമർഥ്യവും കഴിവുമാണ് ആദിയിലുള്ളതെന്ന് അവിടെയുള്ള ആചാര്യന്മാർ തിരിച്ചറിയുന്നു. പരിശീലന ഭൂമിയിൽ ആദിയെ കണ്ട ഉടനെ അവൻ്റെ അടുത്തേക്ക് ലളിതാദേവി ഓടിച്ചെല്ലുകയാണ്. ഇനി നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരയുന്നു. ഇനി വരുന്ന കുറച്ച് ദിവസത്തേക്കെങ്കിലും ആദിയെ ഇത്തരം അഭ്യാസങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കുമോ എന്ന് അവിടെയുള്ള ആചാര്യന്മാരോട് ലളിതാദേവി ആവശ്യപ്പെടുകയാണ്. ഒരു മാതാവിൻ്റെ ആവശ്യം എങ്ങനെയാണ് തള്ളിക്കളയാൻ സാധിക്കുക? ലളിതയ്ക്ക് തൃപ്തിയാവുന്നവരെ ആദിയെ കൂടെ തന്നെ നിർത്തിക്കൊള്ളൂ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാ പരിശീലനങ്ങളും പുനരാരംഭിക്കൂ എന്ന് ആചാര്യന്മാർ ലളിതാദേവിക്കും സച്ചിദാനന്ദനും ഉറപ്പ് നൽകുന്നു. ശേഷമുള്ള ദിവസങ്ങൾ ലളിതയും ആദിയും തമ്മിലുള്ള അമൂല്യമായ ആത്മബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു. ഇങ്ങനെ സന്തോഷത്തിൽ നീരാടി നിൽക്കുന്ന ആഗ്നേയത്തിൽ നിന്ന് ഒരു വ്യക്തി മാത്രം മാറി നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ആദിയുടെ ജ്യോതിഷം വായിച്ചിരുന്ന ആ യോഗാചാര്യൻ. തൻ്റെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ പ്രകൃതി ഒളിപ്പിച്ചു വെക്കുന്നതായി അദ്ദേഹത്തിന് ആദ്യമേ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ തോന്നലുകൾ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ചില സംഭവങ്ങളും അദ്ദേഹം നിരീക്ഷിച്ചു വന്നു. കുട്ടിക്കാലം മുതലേ ആദിയുടെ കണ്ണിൽ ഒരു തേജസ് ഉണ്ടായിരുന്നു. ആഗ്നേയം ഒരു യോഗ പരമ്പര ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അവിടെ ജനിക്കുന്നത് സാധാരണമായ കാര്യമാണ്. പക്ഷേ ലളിതയുടെ തിരിച്ചുവരവിന് ശേഷം ഈ തേജസ് ഒരുതരം അഗ്നിയായി മാറിയിരിക്കുന്നു. ആദിയുടെ ശരീരത്തിനുള്ളിൽ വേറെ ആരൊക്കെയോ ഉള്ളതുപോലെ, അവർ എന്തൊക്കെയോ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന പോലെ. കുറച്ചുകൂടെ വ്യക്തമായി പറയണമെങ്കിൽ ജന്മങ്ങളോളം തപസ് ചെയ്യുന്ന ഒരു യോഗി ആദിയുടെ ആ കുഞ്ഞു ശരീരത്തിൽ ജീവിച്ചു വരുന്ന പോലെ. കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയ യോഗാചാര്യൻ ഒരു പ്രാവശ്യം കൂടെ ആദിയുടെ ഗ്രഹനിലകൾ മനസ്സിലാക്കാൻ തയ്യാറാവുകയാണ്. പുതിയതായ ഒരുപാട് കാര്യങ്ങൾ അതിൽ വ്യക്തമാവുകയും ചെയ്തു. ലളിത യാത്ര തിരിക്കുന്നതിന് മുൻപ് ആദിയുടെ ജ്യോതിഷത്തിൽ ഒരു ദേവീ സാന്നിധ്യം പോലും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയതായി 7 ദേവീ സാന്നിധ്യങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലെ അത്ഭുതം എന്തെന്നാൽ ഇവരിൽ ഒരാൾ പോലും ആദിയെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. മറിച്ച് ആദിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യരായാണ് ഈ 7 ദേവീ സാന്നിധ്യങ്ങളും ജ്യോതിഷത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇത് യോഗാചാര്യനെ ഒരുപാട് കുഴപ്പിച്ചു. വിവാഹത്തിനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദേവീ സാന്നിധ്യങ്ങൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്? ഒരു യോഗദീക്ഷ പോലും സ്വീകരിക്കാത്ത ആദിയിൽ നിന്ന് എങ്ങനെയാണ് ഇവർക്ക് ദീക്ഷ സ്വീകരിക്കാൻ കഴിയുന്നത്? ഇവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. താൻ കാണാത്ത എന്തൊക്കെയോ മായാജാലങ്ങൾ ആദിയുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ 7 പേരും ആദിയുടെ ബാലൻസിങ് ഫാക്ടേഴ്സാണ്. എന്താണ് ബാലൻസിങ് ഫാക്ടേഴ്സ്? പ്രകൃതിയിലുടനീളം പലതരത്തിലുള്ള എനർജികളുണ്ട്. ഒരു എനർജി മറ്റൊരു എനർജിയെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഉദാഹരണത്തിന് സൺ ആൻഡ് ദ മൂൺ, ഫയർ ആൻഡ് ദ വാട്ടർ, ഡേ ആൻഡ് ദ നൈറ്റ്, മാസ്കുലൈൻ ആൻഡ് ദ ഫെമിനൈൻ. ഇവിടെ ആദിയിലുള്ളത് മാസ്കുലൈൻ എനർജിയാണ്. ഇതിന് കൃത്യമായി ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഫെമിനൈൻ ആസ്പെക്റ്റാണ് മുൻപ് പറഞ്ഞിരുന്ന അന്നപൂർണ്ണ. ചില സന്ദർഭങ്ങൾ കാരണം ഈ ജന്മത്തിൽ അവർ കണ്ടുമുട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല. അങ്ങനെയാണെങ്കിൽ കാലക്രമേണ എല്ലാ പരിധിയും ലംഘിച്ച് ആദിയുടെ മാസ്കുലൈൻ എനർജി വളരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നുണ്ടായാൽ ആദിയുടെ തന്നെ നാശത്തിന് ആ ഒരു എനർജി കാരണമായേക്കാം. ഇതിനെ ഒഴിവാക്കാനാണ് പ്രകൃതി തന്നെ അവൻ്റെ ജീവിതത്തിൽ 7 ദേവീ സാന്നിധ്യങ്ങളെ, 7 ഫെമിനൈൻ എനർജികളെ സ്ഥാപിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടുകളിൽ ഒരിക്കൽ മാത്രം മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും അതുല്യമായൊരു പ്രതിഭാസം. അത് യോഗാചാര്യൻ തൻ്റെ കൺമുമ്പിൽ തന്നെ ദർശിക്കുകയാണ്. ആദി ശരിക്കും ആരാണെന്ന് ഇപ്പോൾ യോഗാചാര്യന് കൃത്യമായി മനസ്സിലായി. പിന്നീട് ഒട്ടും സമയം കളയാതെ ആഗ്നേയത്തിൽ ചെന്ന് യാത്രയ്ക്കാണെന്ന് കള്ളം പറഞ്ഞ് സച്ചിദാനന്ദനും യോഗാചാര്യനും ദൂരെ ഒരു പ്രദേശത്തേക്ക് മാറി ചെല്ലുകയാണ്. അവിടെ വെച്ച് താൻ കണ്ട എല്ലാ കാര്യങ്ങളും ഒന്നുവിടാതെ സച്ചിദാനന്ദനോട് യോഗാചാര്യൻ പറയുന്നു. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞും സ്വന്തം മകനെ മകനായി സ്വീകരിക്കാനുള്ള യോഗമില്ലല്ലോ എന്നോർത്ത് ഒരുപാട് നേരം സച്ചിദാനന്ദൻ കരയുകയാണ്. ഇതെല്ലാം കേട്ടതിന് ശേഷം ആശ്വസിപ്പിച്ചുകൊണ്ട് യോഗാചാര്യൻ ഇങ്ങനെ പറയുന്നു: നീ ഒരു പിതാവായത് കൊണ്ടാണ് ഇതെല്ലാം മുഴുവനായി പറഞ്ഞു തന്നത്. ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും ലളിതാദേവി അറിയരുത്. അവർ രണ്ടുപേരും തമ്മിൽ വളരെ അമൂല്യമായ ഏതോ ഒരു ബന്ധം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഭാവിയിൽ ഈ ഒരു ബന്ധം തന്നെ ആദിയെ ഈ ഒരു യാത്രയിൽ നിന്നും പിന്നോട്ട് വലിച്ചേക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും ലളിതാദേവി ഈ കാര്യങ്ങൾ അറിയരുത്. ഇതേ സമയം മടിയിൽ കിടത്തി ആദിക്ക് ഒരുപാട് പുരാണ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന തിരക്കിലായിരുന്നു ആഗ്നേയത്തിൽ ലളിതാദേവി.
ഓരോ പുരാണ കഥകൾ പറയുമ്പോഴും അതുമായി സംബന്ധിച്ച പല ഛായാചിത്രങ്ങളും അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു നിമിഷം ശിവപുരാണത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥ ആദിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുമായി സംബന്ധിച്ച ഒരു ഛായാചിത്രവും അവനെ കാണിക്കുന്നുണ്ട്. അത് കണ്ട ഉടനെ ആദി മടിയിൽ നിന്നും ചാടി എണീറ്റ് പറയുകയാണ്, ഇത് ശിവനല്ല, വീരുവാണ്. ഇത് കേട്ട് കൗതുകത്തോടെ ലളിതാദേവി ചോദിക്കുന്നു, വീരുവോ? അതാരാണ്? ആദി മറുപടി പറയുന്നു, എൻ്റെ കൂടെ എല്ലായിടത്തും വീരു കളിക്കാൻ വരാറുണ്ട്. വനത്തിലും പൂന്തോട്ടത്തിലും ചില സമയത്ത് പരിശീലന കേന്ദ്രത്തിൽ പോലും എൻ്റെ ഒപ്പം നിൽക്കാറുണ്ട്. പണ്ട് അമ്മയില്ലാത്ത സമയത്ത് എനിക്ക് വിഷമം തോന്നുമ്പോൾ വീരുവാണ് മടിയിൽ കിടത്തി എന്നെ ഉറക്കാറുള്ളത്. കുറേ സമയം കഴിയുമ്പോൾ സേനാധിപതികളെല്ലാം എന്നെ അന്വേഷിച്ച് വന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാറുമുണ്ട്. എപ്പോഴും വീരു എന്നെ ഉറക്കുന്നത് അങ്ങ് ദൂരെയുള്ള ആ പൂന്തോട്ടത്തിലായിരിക്കും. ഒരു കൊച്ചുകുട്ടിയുടെ വികൃതി എന്ന പോലെ അതെല്ലാം കേട്ട് ലളിതാദേവി അവൻ പറഞ്ഞതെല്ലാം ചിരിച്ചു തള്ളുകയാണ്. പക്ഷേ അവൾ അറിയുന്നില്ല ആദി പറഞ്ഞ ഓരോ കാര്യങ്ങളും സത്യമാണെന്ന്. ആദിക്ക് 15 വയസ്സ് തികയുകയാണ്. അന്ന് യോഗിനികൾ പറഞ്ഞ പോലെ അന്നപൂർണയുടെ വസ്ത്രം അവനെ അണിയിക്കാനുള്ള കൃത്യമായ സമയവും ഇത് തന്നെയാണ്. എന്നാൽ അതൊരു ചെറിയ ചടങ്ങായി നടത്താതെ ഗംഭീരമായ ഒരു ആഘോഷമാക്കി മാറ്റാനാണ് ലളിതാദേവി ആഗ്രഹിച്ചിരുന്നത്. അതിന് സച്ചിദാനന്ദനും കൂടെ വരേണ്ടതുണ്ട്. 2 ദിവസങ്ങൾ കഴിഞ്ഞും അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചെത്താത്തതുകൊണ്ട് ലളിതാദേവി തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കാനും തീയതി നിശ്ചയിക്കാനും തുടങ്ങി. ആഗ്നേയത്തിൽ നടക്കാൻ പോകുന്ന ആഘോഷത്തിൻ്റെ വാർത്ത ആ പ്രദേശം മുഴുവൻ പടരാൻ തുടങ്ങി. അടുത്തുനിന്നും ദൂരെ നിന്നും ഒരുപാട് ഫാമിലി കൾട്ടുകൾ ആഗ്നേയത്തിലേക്ക് ഒഴുകിയെത്തി. ആദിയെ കാണാനും അവന് കാത്തുവച്ചിരിക്കുന്ന ആ വിശേഷമായ ചടങ്ങിനെ കാണാനും അവരെല്ലാവരും താല്പര്യപ്പെട്ടു. ആഗ്നേയം ഒരു വലിയ ആഘോഷത്തിന് തയ്യാറായി.